കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളവാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് കളവാലങ്കാരത്തിൽ വന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേരൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. 4 ഭാഗത്തുനിന്ന് സുഖമായിട്ട് നോക്കി തൊഴാം. അത് കഴിഞ്ഞ് അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും ഒക്കെ കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും ആ കിടാവിളക്കൊക്കെ കാണാം. അതുപോലെ തന്നെ വലതുവശത്തെ തൂണും നോക്കിയിട്ട് അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ച. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ കളഭം കൊണ്ടുള്ള ചെറിയൊരു പൊന്നുണ്ണിക്കണ്ണൻ്റെ കാലുകൾ കാണാനുണ്ട്. ആ കാൽപാദങ്ങൾ കാണാണ്ട് 2 കാൽത്തളകളും കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ചെറിയ ഉണ്ണി കേട്ടോ. അങ്ങനെ അരയിൽ നോക്കുമ്പോൾ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണിയുടെ ആ നൂലുകൾ അങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. ചെറിയ കുമ്പേമിലിങ്ങനെ അരമണിയൊക്കെ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല പുഞ്ചിരിയാണ് കേട്ടോ, ചെറിയ ഉണ്ണിയല്ലേ. അങ്ങനെ തിരുനെറ്റിയിലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. വലത്തെ കയ്യിൽ എന്താ വെച്ചാൽ ചെറിയ കുഞ്ഞി കയ്യാണ്, പക്ഷേ വെണ്ണ ധാരാളം ഉണ്ട്. ആ വെണ്ണ ഇങ്ങനെ അങ്ങോട്ട് വാരി എടുത്താൽ തോന്നുന്നുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ ഇറ്റി പോകുന്നുണ്ട്. കുടത്തുനിന്ന് ഇങ്ങനെ വാരി എടുത്തിട്ടേ തോനെ കൈ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടത്തെ കയ്യിലാണെങ്കിലോ ആ പൊന്നോടക്കുഴലുണ്ട്. പിന്നെ ശിരസിലേക്ക് മേലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൊന്നിൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുമുടിമാല 2 ഉണ്ട്. ആ വെളുത്ത പൂവ് കൊണ്ടുള്ളൊരു മാല, പിന്നെ തെച്ചിയും തുളസിയായിട്ടുള്ളൊരു മാല, അങ്ങനെ 2 തിരുമുടിമാല. അതേപോലെ ഉണ്ടമാല 1 ഉണ്ടമാല നല്ല തിക്കായിട്ട് തെച്ചിയും തുളസിയും ഉള്ളത്, വനമാല പോലെ. അതിങ്ങനെ തെച്ചിയും തുളസിയും, കൂടുതൽ തെച്ചി പിന്നെ കുറച്ച് തുളസി, വീണ്ടും അങ്ങനെ തന്നെ ആയിട്ട്. അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് സുഖമായിട്ടുള്ള ദർശനമാണ്. അങ്ങനെ ആ കാണുന്ന കാഴ്ചയാണ് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് എന്നങ്ങനെ വിചാരിച്ച് മനസ്സുകൊണ്ട് സോപാനപ്പടിയിൽ നിൽക്കുക. എന്നിട്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഗുരുവായൂർ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ മനസ്സുകൊണ്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ വന്ന് തൊഴുതിറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ആലിനക്കണ്ണനെയും സപ്തമാതാക്കളെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ടു തൊഴാം. ഗണേശൻ്റെ അവിടെ വരുമ്പോൾ ഗണേശന് കിരീടം വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ നല്ലൊരു പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട് അവിടെ അടുത്ത്, മഞ്ഞപ്പട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം, തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കിയാൽ ആ ഫോട്ടോ ഉണ്ട്. ഫോട്ടോൻ്റെ മുകളിൽ 2 മാല ചാർത്തിയിട്ടുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ചെറിയ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ആനന്ദശായിയായ അനന്തപത്മനാഭനെയൊക്കെ കാണാം. അപ്പോൾ പത്മനാഭസ്വാമിയുടെ അവിടെ ഇങ്ങനെ വരുമ്പോൾ നിറയെ താമരമാലകളുണ്ട്, തുളസിമാലകളുണ്ട്.
അവിടെ തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഉഗ്രരൂപിയായ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, അങ്ങനെ ശ്രീകൃഷ്ണനെ കാണാം. ശ്രീകൃഷ്ണൻ്റെ അടുത്ത് എത്തുമ്പോൾ തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നീട് മുരുകൻ്റെ അടുത്ത് വന്ന് കണ്ടു തൊഴാം. പിന്നീട് നേരെ വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഹനുമാൻ സ്വാമിയുടെ അവിടെ നിന്ന് കുറച്ച് കുങ്കുമമുണ്ട്, അതേപോലെ ഒരു വെറ്റിലമാലയുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ഭഗവാന്റെ നൃത്താറിയും അതേപോലെ കെടാവിളക്കും മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ ഭഗവതിനെ കാണുമ്പോൾ ഇന്നലെ വൈകുന്നേരം അതിമനോഹരമായ ദൃശ്യമായിരുന്നു കേട്ടോ. ഭഗവതി ഇങ്ങനെ ബാലസ്വരൂപത്തിൽ എന്താ പറയുക, വെളുവെളുത്ത ഒരു ചെറിയ ഉണ്ണിയായിട്ടുള്ള ആ ഒരു കാഴ്ചയായിരുന്നു. നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച, നല്ല രസം, നല്ല വെളുത്തുണ്ണി. അതേമാതിരി ആലില പോലെ പച്ച ഇലയും പുറകിൽ വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള മാതിരി നല്ല രസമായിരുന്നു. ഞാൻ നല്ല ചെയ്യണം വൈകുന്നേരം ആ വീഡിയോ എന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്ക് സമയം വഴിക്കൊണ്ട് പിന്നെ ചെയ്തില്ല. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഗോളകയാണ്. ഉച്ചരിയുമ്പോഴേക്ക് തന്നെയാണ് കാര്യമായിട്ട് കളഭാലങ്കാരമൊക്കെ ആവുകയും. അപ്പോൾ അങ്ങനെ ഭഗവതീനെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് നമ്മൾക്ക് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നമ്മൾ അവിടുന്ന് വരുമ്പോൾ കൂത്തമ്പലത്തിലും വന്ന് തൊഴുതാം, നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമീനെ വന്ന് കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെ കിരീടം വെച്ചിട്ടുണ്ട്, കളഭം കൊണ്ടായിട്ടില്ല. അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കുറേശ്ശെ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പോന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലനെയും കൊടിമരവും കണ്ട് തൊഴുത് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് അങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ നേരെ നാരായണാലയത്തിലേക്ക് കയറുമ്പോൾ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് നേരെ തെക്കേ നടയിലേക്ക് വരുന്നു. അവിടെ വന്ന കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യണു. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.